ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠത്തിൻ്റെ ചില ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആക്ടിവിറ്റി നാലാമത്തെ ആക്ടിവിറ്റി ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിരിക്കുന്നത്. റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. ഈ കഥയിലെ ഈ ഭാഗം വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാദർ ആൻഡ് റിക്കി, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാദർ: എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. റോബോട്ട് എന്ന് പറയുന്നത് ഒരു നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു വസ്തുവല്ലേ. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അല്ലേ, ഗുണത്തെക്കാളേറെ ദോഷമാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഫാദർ വീണ്ടും പറയാണ്, യു ആർ റോങ് റിക്കി. നീ പറയുന്ന കാര്യം ശരിയല്ല. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. എ റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല. റിക്കി പറയാണ്, ഐ ക്യാൻറ്റ് അഗ്രി വിത്ത് യു. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഞാൻ അതുമായിട്ട് യോജിക്കുന്നില്ല. ഒരു റോബോട്ട് അതിന് കൃത്യമായി പ്രോഗ്രാമിംഗ് കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രോഗ്രാംഡ് അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നടന്ന ഈ ഒരു സംഭാഷണത്തിലെ ഡിസഗ്രിമെൻ്റ്, അതായത് നമ്മൾ അതുമായിട്ട് യോജിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണുള്ളത്, നമ്മൾ അതിനോട് യോജിക്കുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് അല്ല, ഡിസഗ്രിമെൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുന്ന സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന സെൻറ്റൻസുകൾ ഇതാണ്. റിക്കി പറയുന്നുണ്ട് ഇവിടെ, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ. ഐ ഡോണ്ട് തിങ്ക് സോ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് വെച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല, എനിക്ക് വേറൊരു അഭിപ്രായമാണുള്ളത്. അതുപോലെ രണ്ടാമത്തതിൽ പറയുന്ന ഐ ക്യാൻറ്റ് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങൾ പറയുന്നതുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ എക്സ്പ്രഷൻസൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഡിസഗ്രിമെൻറ്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ. ഐ ഡോണ്ട് തിങ്ക് സോ, ഐ ക്യാൻറ്റ് അഗ്രി വിത്ത് യു. ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ മറ്റൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് അതുൽ ആൻഡ് അഞ്ജു ഹാവ് ടു സേ അബൌട്ട് റോബോട്ട്സ്. അപ്പോൾ അതുലും അഞ്ജുവും എന്താ പറയുന്നത് നോക്കാം. അതുൽ പറയുകയാണ്, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം. ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. അപ്പോൾ അതുൽ പറയുകയാണ്, റോബോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അതിന് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ അഞ്ചു പറയാണ്, യെസ് അതുൽ, ഐ എഗ്രി, ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്, ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. അതെ, ഞാൻ അതിനോട് യോജിക്കുന്നു. ഐ എഗ്രി, റോബോട്ട് എന്ന് പറയുന്നത് ഒരു നല്ല സംഭവമാണ്, പക്ഷേ അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ അതിൽ പറയാണ്, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, എനിക്കത് മനസ്സിലായി. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിതൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അല്ല, 24 മണിക്കൂറും, ഒരാഴ്ചയിലെ 24 മണിക്കൂറും അതിന് ജോലി ചെയ്യാൻ കഴിയും. അതൊരിക്കലും മടുക്കുന്നില്ല. അപ്പോൾ അഞ്ച് പറയാണ്, യാ ദാറ്റ്സ് ട്രൂ, ദേ ക്യാൻ ബി ലൈക്ക് സൂപ്പർ ഹെൽപ്പേഴ്സ് എസ്പെഷ്യലി ഇൻ ഫാക്ടറീസ് വെർ ദേ ക്യാൻ മേക്ക് തിങ്സ് ഫാസ്റ്റർ. അത് വളരെ ശരിയാണ്. റോബോട്ടുകൾക്ക് നമുക്ക് നല്ലൊരു സഹായിയായിട്ട് റോബോട്ടുകളെ നിർത്താൻ കഴിയും, പ്രത്യേകിച്ച് ഫാക്ടറികളിൽ. അവർക്ക് ഒട്ടും മടുപ്പില്ലാതെ വർക്ക് ചെയ്യാൻ കഴിയും. അതുൽ, എക്സാക്ട്ലി, ആൻഡ് ദേ ക്യാൻ ഗോ ടു പ്ലേസസ് ദാറ്റ് ആർ ടു ഡേഞ്ചറസ് ഫോർ പീപ്പിൾ ലൈക്ക് ദ ഡീപ് സീ ഓർ ഔട്ടർ സ്പേസ്. അതുപോലെ തന്നെ നമുക്ക് റോബോട്ടുകളെ ഉപയോഗിച്ച് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും, മനുഷ്യർക്ക് അപകടകരമായ പല കാര്യങ്ങളും റോബോട്ടുകൾക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് കടലിനടിയിൽ ഒക്കെ പോകേണ്ട ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഔട്ടർ സ്പേസിൽ പോകേണ്ട വന്നാൽ, അതിനൊക്കെ നമുക്ക് റോബോട്ടുകളെ ഉപയോഗിക്കാം. ഇനി ഇവർ തമ്മിലുള്ള ഈ ഒരു സംഭാഷണം തുടരുകയാണ്. അഞ്ചു പറയുകയാണ്, ഐ സീ യുവർ പോയിന്റ്. പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, ശരിയാണ്. ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ,
മനുഷ്യർക്ക് കിട്ടേണ്ട ജോലികളാണ് റോബോട്ടുകൾ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ജോലി നഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ അതിൽ പറയാണ്, യു ഹാവ് എ ഗുഡ് പോയിന്റ് ദർ. അത് നീ പറഞ്ഞത് ശരിയാണ്. ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. അതൊരു ദോഷമായിട്ട് കാണാം. ബട്ട് ദ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. പക്ഷേ റോബോട്ടുകൾക്ക് പുതിയ തൊഴിൽ മേഖലകൾ നിർമ്മിക്കാൻ കഴിയും. അതും നമ്മൾ കാണണം. 5, ദാറ്റ്സ് ട്രൂ ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. അത് ശരിയാണ്, പക്ഷേ എല്ലാവർക്കും ഈ റോബോട്ടിൻ്റെ ചിലവ് താങ്ങാൻ കഴിയണമെന്നില്ല. ദ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. ഇപ്പോൾ റോബോട്ട് നിർമ്മിക്കുക, അതുപോലെ അതിനെ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നത് വളരെ പണച്ചെലവുള്ള കാര്യമാണ്. അതിൽ ഐ അഗ്രി കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അത് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. ധാരാളം പണം ചിലവഴിക്കേണ്ടി വരുന്നു. വളരെ എക്സ്പെൻസീവാണ് റോബോട്ട് എന്ന് പറയുന്നത്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ, അല്ലെ ഭിന്നശേഷിക്കാരായ ആളുകളെ സഹായിക്കാൻ കഴിയും. ദാറ്റ്സ് ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അത് ശരിയാണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേയ്സ്. അല്ലേ, നമ്മുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ റോബോട്ടുകൾക്ക് കഴിയും. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺവെർസേഷനിൽ നമ്മൾ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. അല്ലെ, ചില കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നു, ചില കാര്യങ്ങൾ ഡിസഗ്രി ചെയ്യുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, എഗ്രി ചെയ്യുന്ന കാര്യവും അതിനുപയോഗിക്കുന്ന സെൻറ്റൻസും അതുപോലെ ഡിസഗ്രിമെൻറ്റിന് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളും നോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു 2 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ എഗ്രിമെൻ്റ് ആണ്, ഒന്നിൽ ഡിസഗ്രിമെൻ്റ് ആണ്. അപ്പോൾ എഗ്രി ചെയ്യുന്ന സെൻറ്റൻസ്, ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. ഡിസഗ്രിമെൻ്റ് എന്താണ്? ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. അപ്പോൾ ഇതുപോലെ ഈ കോൺവെർസേഷനിലുള്ള എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും വേർതിരിച്ച് എഴുതാനാണ് ഈ ഒരു ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എഗ്രിമെൻറ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, യെസ് അതുൽ ഐ എഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. ഇനി എഗ്രിമെൻറ്റിന് ഉപയോഗിക്കുന്ന മറ്റ് സെൻറ്റൻസുകൾ ആ കോളത്തിൽ തന്നെ നമ്മൾ എഴുതുക. ദാറ്റ്സ് ട്രൂ. എക്സാക്ട്ലി. You have a good point there. I agree cost can be a problem. That's a great advantage. ഇതൊക്കെ എഗ്രിമെൻ്റ് ആണ്. ഇനി ഡിസഗ്രിമെൻ്റ് സെക്ഷനിൽ വരുന്നത്, but there are some downsides to them too. I see your point, but what about robots taking jobs away from people? That's true, but not everyone can afford robots. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റുമായിട്ട് 2 കോളമാക്കിയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.